യുദ്ധം ഒരു തരത്തിലും അവസാനിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ശ്രീലങ്കൻ തീരത്ത് നങ്കൂരമിട്ട ഒരു ഇറാനിയൻ കപ്പൽ, ആ പടക്കപ്പൽ സബ്മറൈൻ അറ്റാക്കിലൂടെ, അതായത് അന്തർവാഹിനിയിലൂടെ ചാരമാക്കി കളയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ അതിലെ 80 പേരാണ് മരിച്ചിരിക്കുന്നതായി സംശയം ഉടലെടുത്തിരിക്കുന്നത്. ചില മാധ്യമങ്ങൾ അവർ മരിച്ചു എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ ശക്തമായിട്ടുള്ള തിരിച്ചടിക്കാണ് തയ്യാറെടുക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ആ തിരിച്ചടി GCC രാജ്യങ്ങളിലേക്കായിരിക്കുമോ അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് നേരിട്ടായിരിക്കുമോ എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ ശ്രീലങ്കയുടെ തീരം വരെ എത്തിയിരിക്കുന്നു. ഇത് ആഗോള സംഘർഷങ്ങളിൽ വലിയ വർധനവിന് കാരണമായിട്ടുണ്ട്. ശ്രീലങ്കൻ തെക്കൻ തീരത്ത് നിന്നൊരു ഇറാനിയൻ കപ്പൽ ഒരു അന്തർവാഹിനി ടോർപീഡോ ചെയ്ത് മുക്കിയതായി അമേരിക്ക ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഭീകരമായ ആക്രമണത്തിൽ കുറഞ്ഞത് 80 പേർ മരിച്ചതായി ഭയപ്പെടുന്നു. അതേസമയം 32 പേരെ രക്ഷപ്പെടുത്തിയതായും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് ചൊവ്വാഴ്ച രാത്രി വൈകിയാണ് ഓപ്പറേഷൻ നടത്തിയതെന്ന് പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത് ഇങ്ങനെയാണ്: അന്താരാഷ്ട്ര ജലത്തിൽ സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന ഒരു ഇറാനിയൻ കപ്പലിനെ ഒരു അമേരിക്കൻ അന്തർവാഹിനി മുക്കി. കപ്പൽ ഒരു ടോർപീഡോ ഉപയോഗിച്ചാണ് മുക്കിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു ശത്രു കപ്പലിനെ ടോർപീഡോ ഉപയോഗിച്ച് മുക്കുന്ന ആദ്യത്തെ സംഭവമാണിത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ബുധനാഴ്ച പുലർച്ചെ ഇറാനിയൻ നാവികസേനയുടെ കപ്പലായിട്ടുള്ള ഐറിസ് ദേനയിൽ നിന്ന് സഹായത്തിനായുള്ള സന്ദേശം ലഭിച്ചതായി ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി വിജിത ഹെറാത്ത് പറഞ്ഞു. സ്ഫോടനം നടന്നതായി ജീവനക്കാർ അറിയിച്ചു. വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് ഹെറാത്ത് പറഞ്ഞത്: സന്ദേശം ലഭിച്ച ഉടനെ ഞങ്ങൾ ഒരു നാവിക കപ്പലിനെ രാവിലെ 6 മണിയോടെയും മറ്റൊന്നിനെ രാവിലെ 7 മണിയോടെയും അയച്ചു. ഗാലെ നഗരത്തിൽ നിന്ന് 44 നോട്ടിക്കൽ മൈൽ അകലെയുള്ള ശ്രീലങ്കയുടെ പ്രത്യേക സാമ്പത്തിക മേഖലയാണിത്. സംഭവം രക്ഷപ്പെടുത്തിയ 32 ജീവനക്കാരെ ഗാലയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. കപ്പലിന്റെ പ്രതിരോധ സംവിധാനം പ്രവർത്തനരഹിതമാക്കിയതിനു ശേഷമാണ് ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ആക്രമണത്തിന് മുമ്പ് കപ്പലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ വൈദ്യുതകാന്തിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തനരഹിതമാക്കിയിരുന്നുവെന്നും തുടർന്ന് 2 ടോർപീഡോകൾ കപ്പലുകൾക്കിടയിൽ ഇടിച്ചതായും സ്രോതസ്സുകൾ പറയുന്നു. ഇറാനെതിരെ USഉം ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിന് ശേഷമുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ ഫലമായാണ് ആക്രമണം എന്ന് കരുതപ്പെടുന്നു. മിഡിൽ ഈസ്റ്റിന് പുറത്ത് ഇറാനിയൻ സേനയ്ക്കെതിരെ US നടത്തുന്ന ആദ്യത്തെ വലിയ ആക്രമണമാണിത്. ഇത് യുദ്ധത്തിന്റെ വ്യാപ്തിയിൽ വലിയ വർധനവിനെ സൂചിപ്പിക്കുന്നു. മറുവശത്ത് പ്രത്യാക്രമണം എന്ന നിലയിൽ ഇറാൻ ഹോർമൂസ് കടലിടക്ക് വഴിയുള്ള എണ്ണ ഗതാഗതം നിർത്തിവെക്കുകയും മിഡിൽ ഈസ്റ്റിലെ വിവിധ രാജ്യങ്ങൾക്കെതിരെ മിസൈൽ ആക്രമണം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഈ മിസൈൽ ആക്രമണം വരും മണിക്കൂറുകളിലും വലിയ രീതിയിൽ തുടരും എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വിദഗ്ധരടക്കം പറയുന്നത്. ഇറാൻ ഒരു തരത്തിലും അടങ്ങാനുള്ള സാധ്യതയില്ല എന്നിവർ പറയുമ്പോഴും ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം ഇറാൻ നടത്തുമ്പോൾ അത് വലിയ കാര്യമായിട്ടാണ് അന്താരാഷ്ട്ര വിദഗ്ധർ ഇതിനെല്ലാം ചൂണ്ടിക്കാട്ടുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തുന്ന ഇറാന്റെ മിസൈലുകൾ താണ്ടേണ്ടത് 2 അമേരിക്കൻ എയർ ഡിഫൻസ് സിസ്റ്റത്തെയാണ്. അതും ഭേദിച്ച് ഇറാനിൽ വന്നു വീഴുന്ന മിസൈലുകൾ, ഇസ്രായേലിൽ വന്നു വീഴുന്ന മിസൈലുകൾ ഇറാന്റെ ശക്തിയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് പ്രധാനമായിട്ടും അവർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.